ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. സാധാരണഗതിയിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാർ ഒരു ഡയറ്റ് പറഞ്ഞു തരുമ്പോൾ അതിനകത്ത് എപ്പോഴും ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? പലപ്പോഴും സാലഡുകൾ ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും, പിന്നെ ബാക്കി നമുക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഉപ്പ് ചേർക്കാതെ, മുളക് ചേർക്കാതെ, ഇങ്ങനെ വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. പലപ്പോഴും 1-2 ദിവസം നമുക്കിത് കഴിക്കാമെന്നല്ലാതെ നമ്മുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്തി ഒരു അസുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടത്തി മടുത്തിട്ട് അവസാനം പല രോഗങ്ങൾക്കും മരുന്നുകളെ തന്നെ ആശ്രയിക്കുന്നത്. എന്നാൽ നമ്മുടെ ഫുഡുകളിൽ കൂടി തന്നെ നമുക്ക് എത്രത്തോളം ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഫേവറേറ്റ് ഫുഡുകളിൽ തന്നെ എത്രത്തോളം ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ നമ്മുടെ സൗത്ത് ഇന്ത്യക്കാർ, നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് ഇഡ്ഡലിയും സാമ്പാറും. ഇഡ്ഡലിയും സാമ്പാറും എന്ന് പറയുന്നത് നമ്മുടെ നമുക്കൊരു കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ഡയറ്റാണ്. എല്ലാ മലയാളികൾ മാത്രമല്ല, എല്ലാവർക്കും വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കൊരു ആവശ്യത്തിനുള്ള ന്യൂട്രിയൻറ്റുകൾ കിട്ടുന്ന രീതിയിലേക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്താണ് നമുക്ക് ഇഡ്ഡലിക്ക് ഇത്രയും ന്യൂട്രീഷ്യസ് എന്ന് സംശയം തോന്നുന്നുണ്ടാവാം. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് അരിയും ഉഴുന്നും കൂടുള്ള കോമ്പിനേഷനിലാണ്, അത് പുളിപ്പിച്ചാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. സോ ഈ ഒരു കോമ്പിനേഷൻ നമുക്കൊരു കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയാൻ കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള അമിനോ ആസിഡ്സ് മുഴുവൻ ഇതിൽ നിന്നും ലഭിക്കും. അരിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ് ആയിട്ടുള്ള ലൈസിൻ അടങ്ങിയിട്ടില്ല. എന്നാൽ ലൈസിൻ പയറുവർഗ്ഗത്തിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ പയറുവർഗ്ഗത്തിൽ വേറൊരു അമിനോ ആസിഡ് മിഥിയോനിൻ അടങ്ങിയിട്ടില്ല. എന്നാൽ ഈ ഒരു കോമ്പിനേഷൻ ആവുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അമിനോ ആസിഡുകൾ എല്ലാം കിട്ടുന്നു. അങ്ങനെയാണ് നമുക്ക് ഇഡ്ഡലി ഒരു കംപ്ലീറ്റ് ഫുഡ് എന്ന് വിളിക്കുന്നത്. സോ ഇതിനെ നമ്മൾ പുളിപ്പിച്ച് ഒരു രാത്രി മുഴുവൻ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ, ഉഴുന്നിൻ്റെയും അരിയുടെയും കോമ്പിനേഷൻ പുളിപ്പിച്ചാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. സോ പുളിപ്പിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള പ്രോട്ടീൻസിൻ്റെ ഫോർട്ടിഫിക്കേഷൻ സംഭവിക്കും. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ ഈസി ആയിട്ട് ഈ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കോമ്പിനേഷൻ വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. ഈവൻ എന്ത് രോഗമുള്ളവർക്കാണെങ്കിൽ പോലും, ആശുപത്രി കിടക്കയിലുള്ളവർക്കാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന, ദഹിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇഡ്ഡലി. ഒരു ഇഡ്ഡലിയിൽ ആവറേജ് 65 കിലോ കാലറി എനർജിയാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിനകത്ത് ഏകദേശം 2 ഗ്രാം ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഏകദേശം 8 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ആവശ്യത്തിന് സോഡിയം ഇതിനകത്ത് നമ്മൾ ഉപ്പിടുന്നത് കൊണ്ട് ആവശ്യത്തിന് ഏതാണ്ട് ഒരു 65 മില്ലിഗ്രാം സോഡിയം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമല്ല വൈറ്റമിൻ ബിയുടെ ഒരു റിച്ച് സപ്ലൈ തന്നെയാണ് ഇഡ്ഡലിക്കകത്തുള്ളത്. ആകപ്പാടെ നമുക്ക് ആവശ്യത്തിനുള്ള ഫൈബർ അതിനകത്ത് കുറവാണെന്ന് പറയാം. എന്നാൽ ഫൈബറിൻ്റെ മറ്റൊരു സപ്ലിമെൻ്റ് ആണ് നമ്മൾ കഴിക്കുന്ന സാമ്പാർ. അതുകൊണ്ടാണ് നമുക്ക് ഈ സാമ്പാറിൻ്റെയും ഇഡ്ഡലിയുടെയും കോമ്പിനേഷൻ ഒരു സമീകൃത ആഹാരം എന്ന് പറയാൻ സാധിക്കുന്നത്. സാമ്പാറിനകത്ത് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഉണ്ട്. പച്ചക്കറികൾ ഏതാണ്ട് 1/4 വേവിലുള്ള പച്ചക്കറികളാണ്. ഇവയിൽ നമുക്ക് ആവശ്യത്തിനുള്ള സോലുബിൾ ആൻഡ് ഇൻസോലുബിൾ ഫൈബേഴ്സ് ലഭിക്കും. അതിനകത്ത് തന്നെ വീണ്ടും പരിപ്പ് ചേർന്നിട്ടുണ്ട്. സോ പരിപ്പിനകത്ത് ആവശ്യത്തിനുള്ള പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു കോമ്പിനേഷനിൽ, അതുപോലെ തന്നെ സാമ്പാറിൽ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട്. മഞ്ഞളുണ്ട്, മല്ലിയുണ്ട്, വെളുത്തുള്ളി അടങ്ങിയിട്ടുണ്ട്, കായമുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ട ആൻറ്റി ഓക്സിഡൻസിനെ സപ്ലൈ ചെയ്യുന്നു. സോ ഇത്തരത്തിൽ എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഇത്തരത്തിലുള്ളൊരു കോമ്പിനേഷൻ നമ്മൾ കഴിക്കുകയോ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തുവിടുകയോ ചെയ്യുന്നത് വളരെയധികം ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാം. ഈവൻ നമ്മുടെ ഇൻഡസ്റ്റൈൻ ക്ലിയർ ചെയ്യുന്നതിന്, നമ്മുടെ കുടലിൽ വരുന്ന രോഗങ്ങളെ ചെറുക്കുന്നതിന് വരെ ഇവയ്ക്ക് കഴിവുണ്ട്. ഏറ്റവും പുതിയ റിസർച്ചിൽ കണ്ടത് സാമ്പാർ പതിവായി കഴിക്കുന്നത് കുടലിൽ വരുന്ന ക്യാൻസറിനെ ചെറുക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ പല രോഗങ്ങളുള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, ഡയബറ്റിസ് ഉള്ളവരുണ്ട്. സോ ഇവർക്കെല്ലാം കഴിക്കുന്ന രീതിക്ക് നമുക്ക് ഇഡ്ഡലിയെ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മളൊരു ഡയബറ്റിസ് രോഗിക്ക് വേണ്ടി ഇഡ്ഡലി പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് അരി ഉപയോഗിക്കുന്നത് വെള്ള അരിക്ക് പകരം നിങ്ങൾ ചോപ്പരി, റെഡ് റൈസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. സോ അതിനകത്ത് ആവശ്യത്തിന് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതാണ്ട് ഈക്വൽ ക്വാണ്ടിറ്റി അരിയും ഈക്വൽ ക്വാണ്ടിറ്റി ഉഴുന്നും ഉപയോഗിക്കുന്നതിന് പകരം ഉഴുന്നിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് അരിയുടെ അളവ് കുറയ്ക്കുക. സോ ഇത് ഡയബറ്റിസ് രോഗികൾക്ക് വളരെ നല്ലൊരു ഡയറ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾ രാത്രി ഇത് അരയ്ക്കാനിടുന്ന സമയത്ത് കുതിർത്ത നിങ്ങൾ ഉലുവ ഇതിനോടൊപ്പം ചേർക്കുക. ഒരാൾക്ക് ഒരു ദിവസം ഏതാണ്ട് 25 ഗ്രാം ഉലുവ എന്ന കണക്കിൽ നിങ്ങൾ എത്ര പേര് വീട്ടിൽ ഡയബറ്റിസ് രോഗികളുണ്ടോ അവർക്ക് ആവശ്യത്തിനുള്ള ഉലുവ ചേർക്കുക. സോ ഉലുവ ചേർത്ത് അരച്ച ഇഡ്ഡലി ഡയബറ്റിസ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ കൊളസ്ട്രോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഡ്ഡലി മാത്രം കഴിച്ചാൽ പോരാ. ഇഡ്ഡലിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പിനേഷൻ റെഡ് റൈസിൻ്റെ അളവ് കുറച്ച് ചേർക്കുക,
നിങ്ങൾ ഉഴുന്ന് കൂടുതൽ ചേർക്കുക. കൂടാതെ എപ്പോഴും ഇതോടൊപ്പം ഇലക്കറികൾ കഴിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ഇഡ്ഡലിയോടൊപ്പം നിങ്ങൾക്ക് സാലഡുകൾ കൂടി അരിഞ്ഞ് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. വിട്ടുമാറാത്ത അസിഡിറ്റിയോ മറ്റു പ്രശ്നങ്ങളോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി മാവ് അരച്ച് വെക്കുമ്പോൾ അതോടൊപ്പം അല്പം ഇഞ്ചിയും കൂടെ ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇഞ്ചി ചേർത്ത് ഇഡ്ഡലി കഴിക്കുന്നത് വയറിൻ്റെ അസിഡിറ്റിയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാക്കിയില്ല, ഗ്യാസിൻ്റെ ശല്യം നന്നായിട്ട് കുറയാൻ സഹായിക്കും. അതുപോലെ ഇമ്മ്യൂണിറ്റി കുറവ്, രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇഡ്ഡലി മാവ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഇഞ്ചിയും അതോടൊപ്പം അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കുക. സോ ഈ ഒരു കോമ്പിനേഷൻ ഇഡ്ഡലിക്ക് കാണാനൊരു ഭംഗിയും നൽകും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഒരു പ്രത്യേകിച്ച് രുചി വ്യത്യാസം വരികയുമില്ല, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യും. ഇനി ഇതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഏതാണ്ട് 1 വയസ്സുള്ള കുട്ടി വരെ വളരെ ഈസി ആയിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ് ഇഡ്ഡലി. സോ കുട്ടികൾക്ക് എത്രത്തോളം ടേസ്റ്റി ആയിട്ട് നമുക്കൊരു കംപ്ലീറ്റ് ഫുഡായിട്ട് ഇഡ്ഡലിയെ നൽകാമെന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇഡ്ഡലിയും സാമ്പാറും കോമ്പിനേഷൻ തന്നെയാണ് നല്ലത്. എന്നാൽ കുട്ടികൾ സാമ്പാർ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. സോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇഡ്ഡലിയുടെ കോമ്പിനേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. അല്പം രുചി കുട്ടികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും ഇഡ്ഡലി കൊടുക്കുമ്പോൾ അതോടൊപ്പം പഞ്ചസാര കൊടുത്തു വിടാറുണ്ട്. എന്നാൽ പഞ്ചസാരയെ കാട്ടി നമുക്ക് ഹെൽത്തി ആയിട്ട് ഇഡ്ഡലി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഈന്തപ്പഴം, ഉണക്കമുന്തിരി, അതേപോലെ ഏത്തയ്ക്ക, ബനാന നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് അതോടൊപ്പം സോ ഇത്തരത്തിൽ ഉള്ള സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഇഡ്ഡലിക്ക് രുചി വ്യത്യാസം വരികയും കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഈന്തപ്പഴത്തോടൊപ്പം അല്പം ശർക്കര കൂടി ചേർത്തുണ്ടാക്കുക. ഇഡ്ഡലി നല്ല ടേസ്റ്റി ആയിരിക്കും, കുട്ടികൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഒരു കോമ്പിനേഷൻ കുട്ടികൾക്ക് രക്തമുണ്ടാകാൻ ഹെൽപ്പ് ചെയ്യും, നല്ല ഫൈബർ ഡയറ്റുമാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചീര, കറിവെച്ച ചീര നിങ്ങൾക്ക് അരച്ച് ഇഡ്ഡലി മാവിനോടൊപ്പം ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് അയൺ ഉണ്ടാകാൻ നല്ലതാണ്, നല്ല ഫൈബർ കണ്ടന്റ് കുട്ടികൾക്ക് കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്ഥിരമായി വിട്ടുമാറാത്ത അനീമിയ പോലുള്ള പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ട് വേവിച്ചിട്ട് അരച്ച് നിങ്ങൾക്ക് ഇഡ്ഡലി മാവിനോടൊപ്പം ചേർത്ത് ഉണ്ടാക്കി കൊടുക്കാം. നല്ല മെറൂൺ കളറിലുള്ള ഇഡ്ഡലി ആയിരിക്കുകയും ചെയ്യും, കുട്ടികൾ കഴിക്കാനും ഇഷ്ടപ്പെടും, കുട്ടികളുടെ രക്തം കൂടുതലുണ്ടാകുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂവരക്, അതായത് റാഗി, പഞ്ഞപ്പുല്ലെന്നും പറയും. സോ ഇതിൻ്റെ മാവ് നിങ്ങൾക്ക് ഇഡ്ഡലി മാവിൻ്റെ ഒപ്പം ചേർത്ത് നിങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാവുന്നതാണ്. സോ ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നല്ലൊരു കാർബോഹൈഡ്രേറ്റ് സപ്ലൈ ആണ്, കാൽഷ്യം ഉണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്. സോ ഇഡ്ഡലിയും സാമ്പാറും കൊണ്ട് നമുക്ക് എന്തെല്ലാം രോഗങ്ങൾ ചെറുക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ അല്ലേ? സോ എല്ലാവർക്കും വേണ്ടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. നമ്മുടെ എല്ലാ കുടുംബത്തിലുള്ളവർ ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കട്ടെ. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.